5% തുടങ്ങുന്ന അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, 2.5% തുടങ്ങുന്ന പണിക്കൂലി, സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ, മെഗാ എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ തുടങ്ങിയ മറ്റു ഓഫറുകളും. വേഗമാകട്ടെ, ഈ ഓഫറുകൾ മെയ് 31 വരെ മാത്രം. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ പാർശ്വഭിത്തി സംരക്ഷണ പ്രവർത്തികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകി VT ബൽറാം MLA യുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്തി. ശനിയാഴ്ച രാവിലെയായിരുന്നു VT ബൽറാം സ്ഥലത്തെത്തിയത്. തൃത്താല വെള്ളിയാങ്കല്ല് തണലിലൂടെ 2ാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തികളാണ് VT ബൽറാം MLA നേതൃത്വത്തിൽ വിലയിരുത്താനെത്തിയത്. ശനിയാഴ്ച രാവിലെയായിരുന്നു ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ MLA സ്ഥലത്തെത്തിയത്. 2018-2019 വർഷങ്ങളിലെ പ്രളയത്തിലാണ് റെഗുലേറ്ററിന്റെ കോൺക്രീറ്റ് അടിത്തറയ്ക്കും പാർശ്വഭിത്തികൾക്കും കേടുപാടുകൾ സംഭവിച്ചത്. തുടർന്ന് ഏറെ നാളായി പ്രദേശവാസികൾ ഭീതിയിലായിരുന്നു. തുടർന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും 33 കോടിയോളം രൂപ ചെലവഴിച്ച് സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. റിംഗ് ബണ്ട് നിർമ്മാണം, സംരക്ഷണ ഭിത്തിയുടെ പുനർനിർമ്മാണം, കോൺക്രീറ്റ് അടിത്തറ പുനരുദ്ധാരണം, അപ്സ്ട്രീം ഡൗണിൽ അടക്കമുള്ള പണികളും ഇവിടെ നടന്നു വരുന്നുണ്ട്. മഴക്കാലം ശക്തമാവുന്നതിന് മുമ്പ് തന്നെ കഴിയുന്നത്ര നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ഉദ്യോഗസ്ഥർക്കും ബന്ധപ്പെട്ട കരാറുകാർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് VT ബൽറാം സൂചിപ്പിച്ചു. അധികം വൈകാതെ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും VT ബൽറാം സൂചിപ്പിച്ചു. നമ്മുടെ വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ റീറ്റെയിനിങ് വാള് തകർന്നിട്ട് ഏതാണ്ട് 6 വർഷമായി. ഞാൻ നേരത്തെ MLA ആയിരിക്കുമ്പോഴാണ് അതിനുവേണ്ടി 1 കോടി രൂപ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പ്രത്യേകമായി അനുവദിപ്പിച്ചത്. പക്ഷെ കഴിഞ്ഞ 5 വർഷമായിട്ട് ആ പ്രവൃത്തി നടന്നിട്ടില്ല എന്നുള്ള ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണുള്ളത്. പല സാങ്കേതിക കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതുവരെയായിട്ട് ആ പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ യജ്ഞേശ്വരം ക്ഷേത്രത്തിൻ്റെ ഊട്ടുപുരയടക്കം മണ്ണിടിഞ്ഞ് പോയി അപകടസ്ഥിതിയിലാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ റീറ്റെയിനിങ് വാൾ പ്രവൃത്തി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള അജണ്ട. അതിനുവേണ്ടി ഞാനിന്ന് ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥരും കോൺട്രാക്ടറും മറ്റ് ജനപ്രതിനിധികളുമായിട്ട് ഇവിടെ സ്ഥലം നേരിട്ട് സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹരിത, അതുപോലെ തന്നെ ഇതിൻ്റെ വർക്ക് എടുത്തിട്ടുള്ള, അടുത്ത കാലത്താണ് അദ്ദേഹം വർക്ക് എടുത്തത്, ശ്രീ ഇബ്രാഹിംകുട്ടി, അതുപോലെയുള്ള മറ്റു ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ റീറ്റെയിനിങ് വാൾ പ്രവൃത്തി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇതോടൊപ്പം യജ്ഞേശ്വര ക്ഷേത്രക്കടവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളും പരിഹരിക്കും. ഇവിടെ ക്ഷേത്ര കടവിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുവാനും നിർദ്ദേശം നൽകിയതായും VT ബൽറാം സൂചിപ്പിച്ചു. അതോടൊപ്പം നേരത്തെ തന്നെ ഇവിടുത്തെ പ്രദേശവാസികളിൽ നിന്നും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും അതോടൊപ്പം നാട്ടുകാരിൽ നിന്നുമൊക്കെയുള്ള ഒരു ആവശ്യം, ഇവിടെ വെള്ളിയാങ്കല്ല് ബലിതർപ്പണത്തിനൊക്കെ വലിയ പേരുകേട്ട സ്ഥലമാണ്. നിരവധി വിശ്വാസികൾ എല്ലാ വർഷവും ഇവിടെ ആ കാര്യങ്ങൾക്കായിട്ട് വരുന്നതാണ്. അപ്പോൾ അവർക്ക് കൂടി സൗകര്യപ്രദമാവുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് കൂടി ഇവിടെ ആവശ്യമായിട്ട് ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ സാങ്കേതികത്വം പരിശോധിച്ചുകൊണ്ട് ബലിതർപ്പണത്തിന് ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം കൂടി ഇതിൻ്റെ അഡീഷണൽ വർക്കായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് പുതിയ ഫണ്ട് അനുവദിക്കുകയും അതിനുവേണ്ടിയുള്ള മറ്റ് നടപടിക്രമങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ എത്രയും പെട്ടെന്ന് അതുകൂടി പൂർത്തീകരിച്ച് ഈ പ്രദേശത്തെ എല്ലാവരുടെയും ഒരു ആഗ്രഹങ്ങൾക്ക് അനുസൃതമായി ഈ വർക്ക് പൂർത്തീകരിക്കണമെന്നുള്ളതാണ്. അടിയന്തരമായി ഇപ്പോൾ മെയ് മാസം അവസാനത്തോടു കൂടി ഇത് ചെയ്യാവുന്നത്രയും പ്രവൃത്തി അടിയന്തരമായി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ കോൺട്രാക്ടർക്കും എഞ്ചിനീയർമാർക്കും നൽകിയിട്ടുള്ളത്. അത് എത്രയും പെട്ടെന്ന് അവർ പൂർത്തീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മഴക്കാലത്തിന് മുൻപ് തന്നെ അത് പൂർത്തീകരിക്കണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിൻ്റെ എത്രത്തോളം ഉണ്ടെന്നറിയില്ല. അപ്പോൾ ഞാൻ ഇന്നലെയാണ് ചുമതല ഏറ്റെടുത്തത്, ഇന്ന് തൊട്ടാണ് ഇത് വിലയിരുത്താൻ സാധിച്ചത്. അപ്പോൾ ഏതായാലും അത് പൂർത്തീകരിക്കണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി അതിനു വേണ്ടിയുള്ള കർമ്മ പദ്ധതികളുമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. നിർമ്മാണ പ്രവൃത്തികൾക്കിടെ കഴിഞ്ഞ ആഴ്ച സംരക്ഷണത്തിലെ ഒരു ഭാഗം ഇടിഞ്ഞു വീണതും ആശങ്കയ്ക്ക് ഇടവരുത്തിയിരുന്നു. ഈ പ്രദേശമെല്ലാം VT ബൽറാം MLA നേതൃത്വത്തിൽ സന്ദർശിച്ചു.